കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിണറായി വിജയന്റെ പുതിയ നീക്കമാണ് മന്ത്രി രാജീവിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനു പിന്നിൽ CMRL മേധാവി ശശിധരൻ കർത്തയുടെ സ്വാധീനവുമുണ്ട്. ഷോൺ ജോർജിനെ പിണറായി പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം അദ്ദേഹം PC ജോർജിന്റെ മകനാണ്. PC ജോർജിനോളം ശത്രുത പിണറായി വിജയന് മറ്റൊരാളുമായില്ല. എന്നാൽ മാത്യു കുഴൽനാടനാണ് ഷോണിനേക്കാൾ കാമ്പുള്ളതെന്ന് പിണറായിക്കറിയാം. അദ്ദേഹത്തെ മെരുക്കിയാൽ വിവാദങ്ങളിൽ പകുതി അവസാനിക്കുമെന്നും പിണറായി വിശ്വസിക്കുന്നു. അതിനുവേണ്ടിയാണ് PK കുഞ്ഞാലിക്കുട്ടിയിലൂടെ കുഴൽനാടനിലേക്ക് പിണറായി വലയെറിഞ്ഞത്. കോൺഗ്രസിനാണെങ്കിൽ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന അവസ്ഥയാണുള്ളത്. അതേസമയം പിണറായിയുടെ പുതിയ നീക്കത്തിന് കുഴൽനാടൻ പച്ചക്കൊടി കാണിക്കുമോ എന്ന് പിണറായിക്ക് സംശയമുണ്ട്. CMRLന് മൈനിംഗ് ലൈസൻസ് നൽകിയത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്ന മന്ത്രി P രാജീവിന്റെ പ്രസ്താവനയാണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയത്. 2002 AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഇതിനുള്ള ഫയൽ വർക്ക് ആരംഭിച്ചത്. പിന്നീട് അധികാരത്തിലെത്തിയ ഉമ്മൻചാണ്ടി മൈനിംഗ് ലൈസൻസ് ശശിധരൻ കർത്തയ്ക്ക് നൽകിയെന്നാണ് മന്ത്രി P രാജീവ് പറയുന്നത്. തോട്ടപ്പള്ളിയിൽ നിന്നും എടുക്കുന്ന മണലിൽ 50% വീതം IREയും KMMLും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇൽമനൈറ്റ് പൂർണ്ണമായും KMMLന് കൊടുക്കണം എന്ന MOU സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. 2012 തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് തന്നെ IREക്ക് മാത്രമായി മണൽ വാരാനുള്ള അപേക്ഷ കിട്ടി. 1 മാസത്തിനുള്ളിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുമതി നൽകിയത് എങ്ങനെയെന്ന് അന്വേഷിക്കണമെന്നാണ് വ്യവസായ മന്ത്രി രാജീവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കേസിലെ 1-ാം പ്രതി അക്കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടിയാണ്. അതാണ് കോൺഗ്രസിനെ അലട്ടുന്ന പ്രതിസന്ധി. CMRLന് വേണ്ടി ഭൂപരിധി നിയമത്തിൽ ഇളവിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടുവെന്ന് കോൺഗ്രസ് നേതാവും MLAയുമായ മാത്യു കുഴൽനാടൻ പറഞ്ഞു. കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധിയിൽ ഇളവ് വേണമെന്നായിരുന്നു CMRLന്റെ ആവശ്യം. 2021 ജൂലൈ 5-ന് മുഖ്യമന്ത്രിക്ക് CMRL അപേക്ഷ നൽകി. ജില്ലാ സമിതിക്ക് മുന്നിൽ കമ്പനിക്ക് വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ അവസരമൊരുക്കിയത് മുഖ്യമന്ത്രിയാണെന്നും മാസപ്പടിയിലെ യഥാർത്ഥ പ്രതി പിണറായി വിജയനാണെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. 2001-2006 കാലത്ത് AK ആന്റണി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കരിമണൽ ഖനനം വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കരിമണൽ ഖനനം പ്രോത്സാഹിപ്പിക്കണമെന്ന അന്നത്തെ വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിനെ VM സുധീരൻ ഉൾപ്പെടെയുള്ളവർ ശക്തമായി എതിർത്തിരുന്നു. കരിമണൽ ഖനനം സ്വീകാര്യ മേഖലയ്ക്ക് നൽകാനാണെന്ന് കുഞ്ഞാലിക്കുട്ടി തീരുമാനിച്ചത്. സംസ്ഥാന മന്ത്രിസഭ ഇതിനുള്ള തീരുമാനവും എടുത്തു. അതിന് കേന്ദ്രത്തിന്റെ അനുമതിക്ക് കരുക്കൾ നീക്കുന്നതിനിടയിലാണ് സുധീരൻ ആരോപണവുമായി രംഗത്തെത്തിയത്. തുടർന്ന് KPCC നിർവാഹക സമിതി കരിമണൽ ഖനനം വേണ്ടെന്ന് നിർദ്ദേശം നൽകി. UDF ഒരു സമിതിക്ക് രൂപവും നൽകി. എന്നാൽ സമിതി റിപ്പോർട്ട് അനുകൂലമായാലും താൻ എതിർക്കുമെന്ന് സുധീരൻ പ്രഖ്യാപിച്ചു. പദ്ധതി നടപ്പാക്കിയാൽ MP സ്ഥാനം രാജിവെക്കുമെന്നും സുധീരൻ ഭീഷണി മുഴക്കി. ആന്റണി സുധീരന് മുന്നിൽ മുട്ടുമടക്കി. കുഞ്ഞാലിക്കുട്ടിയെ എതിർക്കുന്ന സുധീരന് AK ആന്റണി മാനസിക പിന്തുണ നൽകുകയും ചെയ്തു. എന്നാൽ പിൽക്കാലത്ത് കുഞ്ഞാലിക്കുട്ടി ജയിക്കുകയും AK ആന്റണി തോൽക്കുകയും ചെയ്തു. സ്വകാര്യ മേഖലയ്ക്ക് കരിമണൽ ഖനനാനുമതി നൽകാമെന്ന സുപ്രീം കോടതി വിധിയോടെ പന്ത് വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ കോർട്ടിലെത്തിയത് 2016 ഏപ്രിലിലാണ്. CMRL, VV മിനറൽസ്, KM ശിവകുമാർ, മുംബൈ കമ്പനി, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങി 29 അപേക്ഷകളാണ് സർക്കാരിന് ലഭിച്ചിരുന്നത്. സമയബന്ധിതമായി തീരുമാനമെടുക്കണമെന്നാവശ്യപ്പെട്ട് 2013 ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെതിരെ സർക്കാർ അപ്പീൽ നൽകിയെങ്കിലും തള്ളി. തുടർന്ന് സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീലിലാണ് 2016 വിധി വന്നത്. പൊതുമേഖലയിൽ തന്നെ ധാതുമണൽ ഖനനം നിലനിർത്തണമെന്നാണ് സർക്കാർ നയമെന്ന് നിയമസഭയിൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരുന്നു. 2001 UDF സർക്കാരാണ് സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി നൽകിയത്.